സ്വാമി ശരണമയ്യപ്പ. മുസാഫിർ അലി. ഹലോ, അതെ അഡ്വക്കേറ്റ് രവിശങ്കറാണ്. ഇല്ല ഞാനിപ്പോ കേരളത്തിലാ. കുറച്ച് ദിവസം ഉണ്ടാവും. അയ്യപ്പനാ, ഒന്ന് മലയ്ക്ക് പോണം. ഷുവർ. നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളെ രക്ഷിക്കാൻ വേറെ ആരും വരില്ല. മാഡം എന്ന് വിളിക്കുന്ന നിങ്ങൾ ഇതുവരെ കാണാത്ത ആ സ്ത്രീക്ക് ഇനി നിങ്ങളെ ആവശ്യമില്ല. നിങ്ങളെപ്പോലെ മറ്റാരെങ്കിലും മതിയവർക്ക്. പിന്നെ ക്രിസ്റ്റഫർ, അയാൾ എന്തിനാ നിങ്ങളെ സഹായിക്കണം? നിങ്ങൾ എന്തിനാ ഞങ്ങളെ സഹായിക്കുന്നത്? വെരി ഗുഡ്. ഇത്തരം സ്മാർട്ടും ഇന്റലിജന്റുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്കിഷ്ടം. ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് എനിക്ക് നിങ്ങളെ ആവശ്യമുള്ളതുകൊണ്ടാണ്. ആവശ്യമോ? എന്താവശ്യം? ഈ ലോകത്ത് നിങ്ങൾ കാണാത്തതും അറിയാത്തതുമായ പല കാര്യങ്ങളുണ്ട്. ചില വിശ്വാസങ്ങൾ, ലക്ഷ്യങ്ങൾ, അങ്ങനെ ചിലത്. അത് സാധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പലരും പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഞാനും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ടെററിസം? നോ, ആ വാക്ക് ഇവിടുത്തെ ഭരണകൂടവും നിയമവ്യവസ്ഥയും ഉണ്ടാക്കിയതാണ്. ഞങ്ങളുടെ പ്രസ്ഥാനം നടത്തുന്ന സമരമുറയാണ് ടെററിസം എന്ന വാക്കിലൂടെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. നിങ്ങൾ 3 പേരും എന്റെ സംഘടനയിൽ ചേരുക. ഇനിയുള്ള ജീവിതം സുരക്ഷിതമായിരിക്കും. നിങ്ങൾ 3 പേരല്ല, ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് പേർ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. നിങ്ങൾ എന്റെ തീരുമാനത്തോട് യോജിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം മറ്റൊരു വഴി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലില്ല. ഈ മുസാഫിർ അലി എന്നുള്ള പേര് പോലീസ് ലിസ്റ്റിലില്ല. 10 വർഷം മുമ്പ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ നടന്ന ഒരു കൊലപാതക കേസിലെ 1ാം പ്രതിയായ വക്കച്ചൻ എന്ന ആളാണ് ഈ പറഞ്ഞ മുസാഫിർ അലി. അന്ന് കൊലപാതകം നടത്തി മുങ്ങിയ വക്കച്ചൻ ചെന്ന് പറ്റിയത് ഹൈദരാബാദിലാ. അവിടെ വെച്ച് തീവ്രവാദികളെ കണ്ടു. ഇന്ത്യയിൽ ഏറ്റവും നല്ല വിളവെടുപ്പുള്ള കൃഷി തീവ്രവാദമാണെന്ന് അറിഞ്ഞ വക്കച്ചൻ ആ കൃഷിയിൽ തന്നെ വിളവിറക്കാൻ അങ്ങ് തീരുമാനിച്ചു. വക്കച്ചന്റെ കൃഷി ഇപ്പോ വിപുല. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടനകൾക്ക് അണികളെ ഉണ്ടാക്കി കൊടുക്കുന്ന റിക്രൂട്ടിംഗ് ഏജന്റാണ് അയാളിപ്പോ. രവി, നീ ശബരിമലയ്ക്ക് പോകാനാ ഇവിടെ എത്തിയതെന്നായിരുന്നല്ലോ എന്നോട് പറഞ്ഞത്. ശബരിമലയിൽ പോണം, അയ്യപ്പ സ്വാമിയെ കാണണം, വാവര് സ്വാമിയെ കാണണം. ആ ലക്ഷ്യമായിട്ടാ ഇവിടെ എത്തിയത്. അപ്രതീക്ഷിതമായിട്ടാ ഞാൻ ഈ മുസാഫിറിനെ കുറിച്ച് അറിഞ്ഞത്. ആ വിവരം ഞാൻ ആദ്യമായിട്ട് പറയുന്നതും നിന്നോടാ. നമുക്ക് അയാളെ അറസ്റ്റ് ചെയ്യണം. കേരളത്തിന്റെ മണ്ണിൽ വെച്ച് തന്നെ അവനെ പിടികൂടണം. അവനിപ്പോ വച്ചിരിക്കുന്ന കെണിയിൽ ആരും ഉൾപ്പെടാൻ പാടില്ല. നോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇത് അംഗീകരിച്ചു തരില്ല. ഈ രാജ്യത്തിനെതിരായ ഒരു പ്രവൃത്തിക്കും ഞാൻ കൂട്ടു നിൽക്കില്ല. സ്നേഹ കുര്യന് ഇവിടെയാണ് തെറ്റുപറ്റിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്നേഹയുടെ രാജ്യസ്നേഹമൊന്നും ആരും അംഗീകരിച്ചു തരാൻ പോകുന്നില്ല. നിയമത്തിന്റെ മുൻപിൽ മീനയെ കൊലപ്പെടുത്തിയ നിങ്ങളാണ്. എല്ലാ തെളിവുകളും നിങ്ങൾക്കെതിരാണ്. ആയിക്കോട്ടെ, ഈ രാജ്യത്തെ നിയമത്തിന്റെ മുമ്പിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ തെളിയിച്ചോളാം.
അയ്യോ, നിങ്ങളെ പോലീസ് രക്ഷിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ ഈ രാജ്യത്തെ നിയമത്തിന് കീഴടങ്ങും. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. പാവം. ആ ശരി, നീ എന്ത് തീരുമാനിച്ചു? ചേച്ചി പറഞ്ഞത് തന്നെയാ എന്റെ തീരുമാനം. ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ചുട്ടുകളെയും രണ്ടിനെയും. മോളെ